ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. ഇതിനു മുമ്പ് നമ്മൾ ചുട്ടരച്ച ചമ്മന്തി, അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി, നെല്ലിക്ക ചമ്മന്തി, അങ്ങനെ പല ചമ്മന്തികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പല ചമ്മന്തികളും ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പട ചമ്മന്തിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 6 പപ്പടം, 6 വറ്റൽമുളക്. മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അല്പം പുളി. അത് പുളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാൽ പുളി ചേർത്താൽ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടും. അതുകൊണ്ട് ഞാൻ അല്പം പുളി എടുത്തിട്ടുണ്ട്. ഒരു 10-12 ചുവന്നുള്ളി, അല്പം ഉപ്പ്, 1 കപ്പ് നാളികേരം ചിരകിയത്, അല്പം വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് ഈ പപ്പടം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താലുണ്ടല്ലോ, കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ പപ്പടമെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പപ്പടം വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് പപ്പടം കുറച്ചായിട്ട് വറുത്തെടുക്കാം. പപ്പടം എല്ലാം നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതൊന്ന് വഴറ്റിയെടുക്കാം. മുളകും ഉള്ളിയും ഇഞ്ചി വേപ്പില എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് തണുക്കാനായി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഉള്ളിയും മുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പപ്പടം ഇട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒന്ന് മിക്സിയുടെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചിരകിയതും പുളിയും അല്പം ഉപ്പും കൂടി ഇടാം. ഒരല്പം ഇട്ടാൽ മതി കേട്ടോ, കാരണം പപ്പടത്തിന് നല്ല ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഒരു അല്പം ഇട്ട ശേഷം വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ബാക്കിയുള്ള പപ്പടവും ഇട്ട് ഒന്നുകൂടെ ക്രഷ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പപ്പടം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത്
മിക്സിയുടെ ബാക്ക് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം. ഒരു വെറൈറ്റി ചമ്മന്തിയായ പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണിത്. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.